എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രനും വൈജയന്തിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ബാലേന്ദ്രൻ സ്വന്തം മക്കളുടെ കാര്യമാണ് സംസാരിക്കുന്നത്. അവരുടെ യാതൊരു ആക്ടിവിറ്റീസും ശ്രദ്ധിക്കുന്നില്ല വൈജയന്തി. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നീ ഇടയ്ക്ക് ബബിതയുടെ ഫോണൊക്കെ എടുത്ത് നോക്കണം, അതിൻ്റെ അകത്ത് അവരാരൊക്കെ വിളിക്കുന്നു, ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ഈ ഫോൺ എന്ന് പറയുന്ന സാധനം കടൽ പോലെയാണ്, അതിൻ്റെ അകത്തേക്ക് കയറി ഇവരെന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ശ്രമിച്ചാൽ നടക്കും, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ കടലിലേക്ക് ഒരു ദിവസം എല്ലാവരും കൂടി മുങ്ങിപ്പോകേണ്ട അവസ്ഥ വരും എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അവർക്ക് ആർക്കും ഇഷ്ടമല്ല അവരുടെ ഫോൺ ചോദിക്കുന്നത് പോലും, അവരുടെ പ്രൈവസിയിലേക്ക് നമ്മൾ കടന്നു കയറുന്നു എന്ന് അവർക്ക് തോന്നും എന്ന് പറയുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന ഒരു തോന്നലെങ്കിലും അവർക്കുണ്ടാകണ്ടേ എന്ന്. എന്തായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അങ്ങോട്ടേക്ക് അലീന വരും. എന്നിട്ട് അലീന പറയുവാണ്, അലീനയ്ക്കൊന്ന് പള്ളിയിൽ പോകണമെന്ന്. അന്നേരം വൈജയന്തി ചോദിക്കും, ഇതുവരെ നീ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ലല്ലോ, നിനക്ക് റെസ്റ്റ് അല്ലേ, പിന്നെ ഇങ്ങനെ നീ പള്ളിയിൽ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് പള്ളിയിലല്ലേ പോകണ്ടേ, നീ പൊയ്ക്കോ, ആ കാര്യത്തിൽ ഇനി ചോദ്യം വേണ്ട എന്ന് പറയും. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇവൾക്ക് റെസ്റ്റ് അല്ലേ വേണ്ടേ, ഇങ്ങനെ കറങ്ങി നടന്നാൽ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പം അതിന് മറുപടി പറയാതെ ബാലേന്ദ്രൻ അലീനോട് തന്നെ പറയുവാണ്, നിന്നോട് ഞാൻ പറഞ്ഞു കേട്ടല്ലോ, പൊയ്ക്കോളാൻ പറയും. അങ്ങനെ അലീന അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അവൾ എന്ത് പറഞ്ഞാലും ബാലേന്ദ്രൻ അങ്ങ് സാധിച്ചു കൊടുക്കുമെന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സ്വന്തം മക്കളുടെ കാര്യത്തിൽ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നിനക്ക് പറ്റുന്നില്ല, അവരുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറും എന്നാണ് നീ പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ വേലയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടിയുടെ പ്രൈവസിയിലേക്ക് നീ കടന്നു കയറുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയും. പിന്നെ രോഹിത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, രോഹിത്തിന് എന്നോട് എന്തോ വൈരാഗ്യം പോലെയാണ്, ഞാൻ അവനെ അന്ന് അടിച്ചത്, അവൻ ചെയ്ത തെറ്റിൻ്റെ വലുപ്പം എന്താണ് എന്നൊന്നും അവന് മനസ്സിലാകുന്നില്ല, അതൊക്കെ നീ ആയിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എന്തിനാണ് അച്ഛൻ തല്ലിയത്, നീ ചെയ്തത് തെറ്റാണെന്ന് നീ പറഞ്ഞു കൊടുക്കണം, കാരണം നീയും അവനും തമ്മിൽ കുറച്ചുകൂടെ അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക് തമ്മിൽ, അതുകൊണ്ട് നീ പറഞ്ഞാൽ അവന് മനസ്സിലാവും എന്നൊക്കെ പറയുമ്പം വൈജയന്തി പറയുവാണ്, അന്ന് ആവശ്യമില്ലാത്ത പരിപാടിയാണ് ബാലേന്ദ്രൻ ചെയ്തത്, അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ പോയി സംസാരിച്ച് നാണം കെടാൻ ഞാനില്ല, ഞാൻ പറയുന്നില്ല എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൻ അന്ന് ചെയ്ത തെറ്റ് നിനക്ക് മനസ്സിലായില്ലേ, അലീനയോടും അവൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്ന് പറയുമ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് ബാലേന്ദ്ര, അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ആ അലീന വന്നതിന് ശേഷം ഉണ്ടായതാണ്, അതിനു മുമ്പ് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എങ്കിൽ അവളെ പറഞ്ഞു വിട്ടേരേന്ന്. അന്നേരം പറഞ്ഞു വിടാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പം, എന്നിട്ട് വേറെ ആരെ കിട്ടും എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ നാളെ തന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പോവാണെന്ന്. എന്നാൽ കൊടുക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നു. പിന്നീട് അലീനയാണ് കാണിക്കുന്നത്. അലീന പള്ളി പോകണം എന്ന് പറഞ്ഞത്, അതിൻ്റെ കൂടെ അവിടെ ഒരു അനാഥാലയമുണ്ട്, അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, കാരണം അന്ന് മാമച്ചായം കൊടുത്ത പൈസ കയ്യിലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോക്കാരനോടൊന്ന് എടുത്തു വെച്ച് തരാമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രത്യേകം പൈസ തന്നെ എന്ന് പറയും. കുഴപ്പമില്ല, തന്നോളാം എന്ന് പറയുന്നു. അതെല്ലാം എടുത്തു വെച്ച് കഴിയുമ്പം അവിടുത്തെ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ഇവിടെ തീർന്നിരിക്കുമായിരുന്നു, എങ്ങനെ ഇതൊക്കെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ മനസ്സിലായി എന്ന് പറയും. അന്നേരം വീട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ്റെ കാര്യം പറയുവാണ്. അന്നേരം അത് അച്ഛനാണോ, ബാലേന്ദ്രൻ സാറിൻ്റെ മോളാണോ എന്ന് ചോദിക്കുമ്പം അതേ എന്നാണ് പറയുന്നത്. ഏതായാലും അച്ഛനിങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ തോന്നിയില്ലോ എന്നിങ്ങനെ പറയുമ്പം അലീന പറയുന്നുണ്ട്, അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നത്, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ളവരുടെ ബുദ്ധിമുട്ടൊക്കെ അച്ഛന് മനസ്സിലാകും എന്ന് പറയുന്നു. അന്നേരം ഈ ഓട്ടോക്കാരൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അന്നേരം ഇതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം അലീന എത്ര രൂപയാണ് തരേണ്ടത് എന്ന് ചോദിക്കുമ്പം അങ്ങേര് പറയുവാണ് 300 രൂപ. ആദ്യം പറയും ഇഷ്ടമുള്ളത് തന്നേരെ, ഒരുപാട് ജ്വല്ലറിയും ടെക്സ്റ്റൈൽസൊക്കെ ഉള്ളതല്ലേ നിങ്ങൾക്ക്, അപ്പോൾ ഇഷ്ടമുള്ളത് തന്നേരെ എന്ന് പറയും. അന്നേരം അതിൻ്റെ ആവശ്യമില്ല, ചേട്ടൻ കൂലി പറയുമെന്ന് പറയുമ്പോൾ അങ്ങേര് 300 എന്ന് പറയും. അന്നേരം സിസ്റ്റർ പറയുന്നുണ്ട്, ഇവിടെ വരുന്നവരെ ആകെ 100 രൂപയെ മേടിക്കാറുള്ളൂ, പിന്നെ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ട് വേണമെങ്കിൽ ഒരു 100 കൂടെ കൂട്ടി ചോദിക്കാം, അല്ലാതെ 300 കൂടുതലല്ലേ എന്ന് ചോദിക്കുമ്പം ഇതെല്ലാം എടുത്തു വെച്ച് തന്നത് ഞാനല്ലേ എന്ന് അങ്ങനെ ചോദിക്കും. അന്നേരം അലീന എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞാൽ 300 കൊടുക്കുകയാണ്. അന്നേരം അങ്ങനെ ചോദിക്കുകയാണ്, ഒരു ചായ കുടിക്കാൻ ഒരു 50 കൂടെ തരാമോ എന്ന്. അന്നേരം അതും കൊടുക്കും. എന്നിട്ട് കുറച്ച് സാധനങ്ങൾ വലിയ പാക്കറ്റൊക്കെ അകത്തേക്ക് കൊണ്ട് വയ്ക്കാമോ എന്ന് അവർ ചോദിക്കുന്നു. അത് കൊണ്ടുവയ്ക്കാൻ അയാൾ അകത്തേക്ക് പോകുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, ആ കൊടുത്തത് ഇത്തിരി കൂടുതലല്ലേ എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ചില ഓട്ടോക്കാർ എന്നോട് പൈസ മേടിക്കാറില്ല, അപ്പം അത് വെച്ച് നോക്കുമ്പം ഇതും അതുകൂടെ അങ്ങ് ബാലൻസ് ആയി പൊക്കോളും, സാരമില്ലാന്ന്. എന്നിട്ട് അലീന ഞാനൊന്ന് പള്ളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ പള്ളിയിലോട്ടും പോകുന്നുണ്ട്. പിന്നീട് രോഹിത്തിനെയാണ് കാണിക്കുന്നത്. രോഹിത്ത് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഹരിയെ വിളിക്കുവാണ്. അപ്പോൾ 2 ദിവസമായിട്ട് വിളിച്ചിട്ട് ഹരി എടുത്തില്ലായിരുന്നു. ഇന്ന് എടുക്കുമ്പം ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാൻ 2 ദിവസമായിട്ട് വിളിക്കുന്നതല്ലേ, നീ എന്താ എടുക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പം ഹരി പറയുന്നുണ്ട്, ഞാൻ കാരണമാണ് നീ ചീത്തയായി പോകുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം എടുക്കാതിരുന്നതാന്ന് പറയുമ്പം രോഹിത്ത് ചോദിക്കുന്നുണ്ട്,
ചോദിക്കുന്നുണ്ട്, ഇതെന്നെ കോപ്പിലെ വർത്തമാനമാടാ നീ പറയുന്നത് എന്ന്. അന്നേരം ഹരി ചോദിക്കും, നീ എന്തിനാണ് വിളിച്ചതെന്ന്. പറയാൻ മനസ്സില്ല എന്ന് പറയുമ്പോൾ, നീ എന്താണെന്ന് വെച്ചാൽ പറ എന്നിങ്ങനെ നിർബന്ധിക്കുവാണ്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, എടാ ഒരു സംഭവമുണ്ട്, അലീന എന്നോട് വന്ന് സംസാരിച്ചു, അവളെന്നെ ഭീഷണിപ്പെടുത്തി, നമ്മൾ രണ്ടുപേരൂടെ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം എല്ലാവരോടും തുറന്നു പറയും, അതല്ലെങ്കിൽ ഞാൻ 3 കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം അതെന്താണ് എന്ന് ചോദിക്കുമ്പം പറയുവാണ്, അവളുടെ ആ ഫോൺ അവൾക്ക് തിരിച്ചു കൊടുക്കണം, അതുപോലെ ഞാൻ അവളോട് മാപ്പ് പറയണം, അതിൻ്റെ കൂടെ നീയുമായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കണം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് പറയുമ്പം ഹരി പറയുക, കണ്ടോ എൻ്റെ ഫ്രണ്ട്ഷിപ്പാണ് എല്ലാവർക്കും പ്രശ്നം, അതുകൊണ്ടാണ് ഞാനത് വേണ്ട എന്ന് വെച്ചത്. പിന്നെ മാപ്പ്, നിനക്കങ്ങ് അവളുടെ കാലേ വീണങ്ങ് മാപ്പ് പറയാൻ മേലായിരുന്നോ, അന്നേരം ആ പ്രശ്നം അവിടെ അങ്ങ് തീരെയില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം അതിനൊന്നും രോഹിത്തിന് കിട്ടില്ല എന്ന് പറയും. അന്നേരം ഹരി പറയുന്നുണ്ട്, ഇതിനിപ്പോൾ ആരാ അറിയാനുള്ളത്, എല്ലാവരെയും അറിയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ, അവളെ ദേഷ്യം പിടിപ്പിക്കാതെ നിനക്ക് നൈസായിട്ട് അങ്ങ് നിൽക്കാൻ മേലായിരുന്നോ, അവളിൽ നിന്നോടൊരു സിമ്പതിയൊക്കെ തോന്നിക്കുന്ന രീതി പെരുമാറാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ഏതായാലും അവൾ എനിക്കൊരു ഡെഡ് ലൈൻ തന്നിട്ടുണ്ട്, എന്നാണെങ്കിലും ഞാൻ അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നാണ് അവൾ പറഞ്ഞത്, ഞാൻ ഏതായാലും അതിനൊന്നും മുതിരില്ല, ഞാൻ അങ്ങനെ മാപ്പ് പറയുകയില്ല എന്ന് തന്നെ രോഹിത്ത് പറയുന്നു. ഏതായാലും നീ അങ്ങനെ മാപ്പ് പറയുന്നതായിരുന്നു നല്ലത് എന്ന് പറഞ്ഞിട്ട് ഹരി ഫോം വയ്ക്കുവാണ്. പിന്നെ കാണിക്കുന്ന മനു കടപ്പാട്ടൂരിലേക്ക് വരുന്നതാണ്. അലീനയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. അന്നേരം എങ്ങനെയുണ്ട്, ആരോഗ്യമൊക്കെ ആയോ എന്ന് ചോദിക്കുമ്പം കുഴപ്പമില്ല, എന്നെ കണ്ടിട്ട് നേരാവണ്ണം നന്നായിട്ടിരിക്കുന്നതായിട്ടല്ലേ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പം കണ്ടിട്ട് പ്രശ്നമൊന്നും തോന്നുന്നില്ല എന്ന് പറയും. അങ്കിളില്ലേ എന്ന് ചോദിക്കുന്നു. അതോട്ട് കയറി വരുന്നു. അന്നേരം അവിടെ ലാപ്പിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ബാലേന്ദ്രൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മനുവോ നിന്നെ ഒന്ന് വിളിക്കണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു ഞാൻ, വന്നിരിക്കടാ എന്ന് പറയും. അങ്ങനെ അവിടെ വന്നിരിക്കുന്നു. ഇരുന്ന് കഴിയുമ്പോഴേക്കും അലീന അവിടെ തന്നെ നിൽക്കുവാണ്. അന്നേരം അലീനയോട് ചായ എടുക്കാൻ ആംഗ്യത്തിൽ കാണിക്കുവാണ് മനു. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ചായ വേണമെങ്കിൽ അവളോട് ചായ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അതങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവൾക്കറിയാം ഇത് വെറുതെ ഒരു കുസൃതി എന്ന് പറയും. അങ്ങനെ അലീന ചായ എടുക്കാൻ പോവും. അന്നേരം നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അകത്തേക്ക് പോവാണ്. പോയിട്ട് തിരിച്ചു വരുന്നത് ആ കത്രികയായിട്ടാട്ടോ, അലീനയുടെ വയറ്റിൽ കുത്തി കയറിയ കത്രികയില്ലേ അതുമായിട്ട്. എന്നിട്ട് ഇത് കാണിച്ചിട്ട് പറയുന്നുണ്ട്, എടാ ഇതാണ് അന്ന് അലീനയുടെ വയറ്റിൽ കുത്തി കയറിയ കത്രിക എന്ന് പറയുമ്പോൾ, അയ്യോ ഇത് അത്യാവശ്യം നല്ല നീളമുള്ള കത്രികയാണല്ലോ എന്ന് മനു പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, ഈ കത്രിക ആദ്യം എൻ്റെ കയ്യിലിരുന്നതാണ്, ഞാൻ മീശ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് എൻ്റെ റൂമിൽ വെച്ചിരുന്നതാണ്, പിന്നീട് ഈ കത്രിക രോഹിത്തിൻ്റെ റൂമിലിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു, ഏതായാലും ഇവനാണ് വില്ലൻ എന്ന് പറയുക. അന്നേരം മനു ചോദിക്കും, എന്തിനാ അങ്കിൾ ഇത് എന്നോട് പറയുന്നത് എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുവാണ്, അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നിനക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി, എനിക്കും ആദ്യമൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറയും. അന്നേരം മനു ചോദിക്കും, ആരാ അങ്കിളിനോട് പറഞ്ഞത്, അലീനയാണോ എന്ന് ചോദിക്കുമ്പം ചോദിച്ചാൽ എല്ലാം പറയും എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ചോദിച്ചില്ല, ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മുൻപിൽ ഞാൻ ഒരുപാട് ചെറുതായി പോവും, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, പക്ഷേ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടും അവൻ ഇപ്പോഴും അവളോട് ദേഷ്യമാണ്, ഏതായാലും ഈ സംഭവം അറിഞ്ഞ സമയത്ത് നീ എങ്ങനെയാണ് മനു അതിനെ കൈകാര്യം ചെയ്തത് എന്ന് ചോദിക്കുക. അന്നേരം മനു പറയുന്നുണ്ട്, ഞാൻ റൂമിൽ കയറി ഹരിയെ നല്ല രീതിയിൽ തല്ലി, അവൻ എന്തിനാ തല്ലുന്നത് എന്ന് ആദ്യം എന്നോട് ചോദിച്ചു, അതെന്തിനാണെന്ന് നിനക്ക് മനസ്സിലായില്ലേടാ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചുകൊണ്ടാണ് തല്ലിയത്, ലാസ്റ്റ് എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞത് കൂടാതെ നടന്ന സംഭവങ്ങൾ മൊത്തം അവനെക്കൊണ്ട് തന്നെ ഞാൻ പറയിച്ചു എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കും സത്യം പറഞ്ഞാൽ അവനെ പിടിച്ചിട്ട് നല്ലോണം കൊടുക്കാനാണ് തോന്നുന്നത് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, അങ്കിൾ അങ്ങനെ ഒന്നും ചെയ്യണ്ട, അവന് മനസ്സിലാകണം, അങ്കിളിനെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന്, അതിലൂടെ അവന് കുറ്റബോധം തോന്നി അവൻ തന്നെ അങ്കിളിനോട് വന്ന് മാപ്പ് പറയണം, അങ്ങനെ പറയുന്നില്ല എങ്കിൽ അവൻ ചെയ്ത തെറ്റിൽ അവന് ലെവലേശം കുറ്റബോധം ഇല്ല എന്ന് വേണം നമ്മൾ കരുതാൻ, അപ്പോൾ അങ്ങനെ കുറ്റബോധം ഇല്ലാത്തവനെ തല്ലിയിട്ടും കാര്യമൊന്നുമില്ല അങ്കിളെ എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും വൈജയന്തിക്ക് ഇപ്പോഴും ആ പെൺകുച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിടാനാണ് കൊട്ടേഷൻ എടുത്തേക്കുന്നത്, ആ രീതിയിൽ അവൾ പെരുമാറുന്നത് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, കാരണം ഇനി അലീന ഇവിടെ നിന്നാൽ ശരിയാകുകയില്ല, അലീനയ്ക്ക് നിൽക്കാൻ പറ്റിയ ഒരു വീടല്ല ഇത്, ഏതായാലും അവൾക്ക് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ അന്വേഷിക്കുന്നുണ്ട്, എന്തെങ്കിലും ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇവളുടെയൊക്കെ മനസ്സിൽ ഇത്രത്തോളം നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു, അതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുക എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, അതൊന്നും അങ്കിൾ കാര്യമാക്കണ്ട, അലീന വരുന്നതിന് മുമ്പ് ഒരു ലൈഫില്ലായിരുന്നു, ആ ലൈഫിലേക്ക് തന്നെ തിരിച്ചു പോകും, അതാ നല്ലത് എന്ന് പറഞ്ഞ് ബാലേന്ദ്രനെ ഒന്ന് കൂളാക്കാൻ ശ്രമിക്കുന്നുണ്ട് മനു.
പിന്നെ കാണിക്കുന്ന മുത്തശ്ശിയുടെ ഫോണിലേക്ക് രേവതിക്കുട്ടി വിളിക്കുന്നു. അന്നേരം മുത്തശ്ശി ഫോൺ എടുത്ത് അലീനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അവർ സംസാരിക്കുന്നു. ചേച്ചി തിരക്കാണോ എന്ന് ചോദിക്കുമ്പോൾ തിരക്കൊന്നുമല്ല, നീ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു, നീ സംസാരിക്കുന്ന കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നു എന്ന് പറയും. അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. നമ്മുടെ വൈജയന്തിയുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് അവിടെ ആർക്കെങ്കിലും ഇത് ആ കാര്യത്തെ അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് സംശയമുണ്ടോ ചേച്ചിയെന്ന്. അന്നേരം സംശയമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ മനുവേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നല്ലോ. ഇന്ന് മനുവേട്ടൻ ഇവിടെ വരികയും ചെയ്തു. ബാലേന്ദ്രൻ സാറ് മനുവേട്ടൻ്റെ കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ട്. ബാലേന്ദ്രൻ സാറിന് എന്തൊക്കെയോ സംശയമുള്ളതുപോലെ എനിക്ക് തോന്നുവാണ്. ആ കത്രികയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഈ പറയുന്നതെല്ലാം മുത്തശ്ശി കേൾക്കുന്നുണ്ടേ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഞെട്ടുന്നുണ്ടേ. അത് കഴിഞ്ഞ് അവിടുന്ന് രേവതിക്കുട്ടി എന്തൊക്കെയോ ചോദിക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലടി, നീ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുക എന്ന് പറയും. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് മുത്തശ്ശിയോട് വന്ന് പറയുവാണ് അവൾ സംസാരിക്കുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഭയങ്കര എക്കോയെ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് അലീന. അന്നേരം അതെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഏതാണ്ട് ചോദിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഏതായാലും ഫോണുമായിട്ട് അലീന പുറത്തേക്ക് പോകുന്നു. 2 മിനിറ്റ് കഴിയുമ്പം രേവതിക്കുട്ടി വിളിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറ എന്നോട് എന്ന് പറയും. നേരം അലീന പറയുന്നുണ്ട് എടി ഇതിനിടയ്ക്ക് ഒരു സംഭവം നടന്നു, മുത്തശ്ശി എന്നോട് ചോദിച്ചു ആ ആഗ്ര സംഭവത്തെപ്പറ്റി. ആഗ്ര സംഭവം എന്തൊക്കെയോ നിനക്കറിയാമെന്ന് നീ വൈജയന്തിയോട് പറഞ്ഞല്ലോ, അതെന്താണ് എന്ന് എന്നോട് ചോദിച്ചു എന്ന് പറയും. അന്നേരം അതെന്താ ചേച്ചി എന്നോട് വിശദമായിട്ട് പറയാം, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഞാൻ വെറുതെ അങ്ങ് തട്ടിവിട്ടതാണ്, ആഗ്രയിൽ വെച്ച് മാഡത്തിന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചെറിയൊരു സംശയം എനിക്ക് തോന്നി. കാരണം ഞാൻ എൻ്റെ ജനന തീയതിയും മാഡം ആഗ്രയിൽ ഉണ്ടായിരുന്ന ആ ഡേറ്റും വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അപ്പം 1 വർഷം മിച്ചം വന്നു എന്ന് പറയും. അന്നേരം അതെന്താ ചേച്ചി അങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നേരം അലീന പറയുന്നുണ്ട് എടി എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പം അവിടെ ഒരു മാഡം ആഗ്രയിൽ നിന്ന് ആ സമയവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിക്കുക. അന്നേരം രേവതി പറയുന്നുണ്ട് ശരിയാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് പ്രഗ്നൻ്റ് ആയി അത് കഴിഞ്ഞ് പ്രസവിച്ചിട്ട് എങ്ങനെയാണ് ചേച്ചി ഈ അനാഥാലയത്തിലെത്തിയത്, അതിനെപ്പറ്റി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അതെ ഇവിടുത്തെ മുത്തശ്ശിയുടെ ഒരു ആങ്ങളയുണ്ട് ചാത്തന്നൂർ, മിക്കവാറും അവിടെ വെച്ചായിരിക്കും പ്രസവം നടന്നത്, അതിനുശേഷമായിരിക്കും ഇതൊക്കെ നടന്നത്, തിരുവനന്തപുരത്താണ് ആങ്ങളെ താമസിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ഇവരിങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് മൊത്തം ഫോണിൽ കൂടെയല്ലേ, ഇത് മൊത്തം ആ ഫോണിൽ അങ്ങ് റെക്കോർഡാവുകയാണ്. ഇങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ബാലേന്ദ്രന് ഇനി എല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ രണ്ടുപേരോട് സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഇതിനിടയ്ക്ക് രേവതി പറയുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ, പ്രഗ്നൻ്റ് ആയതിന് ശേഷം ചാത്തന്നൂരോ എവിടെയെങ്കിലും പോയി പ്രസവിച്ചതിന് ശേഷം അനാഥാലയത്തിലല്ലേ കൊണ്ട് ആക്കിയത്, അല്ലാതെ കൊന്നു കളഞ്ഞില്ലല്ലോ, അത് തന്നെ നല്ല കാര്യം എന്നൊക്കെ പറയുവാണ്. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിലും അലീനയോട് മുട കാണിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് വൈജയന്തി. ചെക്കപ്പിന് കൊണ്ടുപോയത് ബാലേന്ദ്രനാണ്, അവർ ഒരുമിച്ച് പോയത് ഇഷ്ടപ്പെട്ടില്ല, അത് ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പം അലീന നല്ല രീതിയിൽ തിരിച്ച് മറുപടിയും പറയുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ പ്രൊമോ ആയിട്ടും കാണിച്ചു.